കാരണം ഞാനല്ല പറഞ്ഞത്, ആ പേര് പറഞ്ഞ സ്വർഗത്തിലെ ദൈവമാ. ആമേ, അങ്ങനെ ഒരാൾ ഉണ്ട്. ഇനി ഇതിങ്ങനെ ഉണ്ടെന്ന് ഞാനൊന്ന് തെളിയിക്കാം. ഫ്രാൻസിസ് അവിടെ നിൽക്കട്ടെ. അപ്പോസ്തലപ്രവൃത്തി പുസ്തകം 10-ാം അധ്യായത്തിൽ കൊറങ്കല്യോസ് എന്ന് പറയുന്ന ഒരു ധനികനായിരിക്കുന്ന മനുഷ്യൻ, ഭയങ്കര വിശ്വാസം, നിയോഗമൊന്നുമില്ല, പക്ഷെ എന്നാലും നല്ല പ്രാർത്ഥനയാണ്. ചിലർക്ക് അങ്ങനെ ഒരു നിയോഗം ഇല്ലാലും ചുമ്മാ ചാടും, ചുമ്മാ ചെയ്യും, നിയോഗമൊന്നും വേണ്ട. ഭയങ്കര പിള്ളേരൊക്കെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഷഫല കഫല ഇവിടെ ശരിക്കുള്ളതാണോ ഈ പറയുന്നത്? ഇതെല്ലാം പ്രാപിച്ചാണ് പിള്ളേരെന്ത് ചെയ്യാ? ആമേൻ പറ. നിങ്ങൾ ഇങ്ങനെ തമ്മിൽ നോക്കുന്നത് എന്ത്? ആമേ, യേശു ചോദിച്ചു പോലെ നിങ്ങളിങ്ങനെ തമ്മിൽ ഈ കൊറങ്കല്യോസ് എന്ന് പറയുന്ന ഈ മനുഷ്യന് ആത്മനിയോഗമൊന്നും ഇല്ലെങ്കിലും ദൂതൻ ഇറങ്ങി വന്നു. ദൂതൻ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, വേഗം ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് ആളെ അയച്ചോ, അവിടെ ഒരു പുള്ളി ഇരിപ്പുണ്ട്, അവന്റെ പേരാണ് പത്രോസ്, അവനിപ്പോ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അയ്യോ, മനസ്സിലായില്ല. ഇത്രയും കറക്റ്റായിട്ട് പ്രവചനം പറയുന്ന കൊറങ്കല്യോസ് പറയാം, ഇതുവരെ പുള്ളി പ്രവചിച്ചിട്ടില്ല. ദൂതൻ പറഞ്ഞു കൊടുത്ത കാര്യം പറഞ്ഞു കൊടുക്കുക. ആളോട് പറയാം, നിങ്ങള് തോൽക്കൊല്ലനായ ശിമോന്റെ വീട്ടിൽ ചെല്ലണം, അവിടെ ഒരു പത്രോസ് എന്ന് പറയുന്ന ഒരു പാർട്ടി ഇരിപ്പുണ്ട്. ആ പുള്ളി എന്ത് ചെയ്യാണ്? പ്രാർത്ഥിച്ചോണ്ടിരിക്കുക. അവനെ വിളിച്ചോണ്ട് അപ്പൊ ഇവർക്കെല്ലാം ഭയങ്കര അതിശയം. എടാ, നമ്മുടെ അച്ചായൻ ഇതുവരെ വെളിപ്പാട് ഇത്ര നാളും പ്രാർത്ഥിച്ചിട്ട് പുള്ളി ഒരു ചുമ്മാ വെളിപാടും എല്ലാം പറയുന്നതായിരിക്കും, ഏതായാലും പറഞ്ഞതല്ല പോകാടാ എന്ന് പറഞ്ഞ് കുറച്ച് പേര് എന്ത് ചെയ്ത്, ഇവര് വരുന്നതിന് മുമ്പ് തലേന്ന് രാത്രി അല്ലെങ്കിൽ കുറച്ചു സമയത്തിന് മുൻപ് പത്രോസിന് അത് വെളിപ്പെട്ടു. എന്ന് വെച്ചാൽ ആത്മാവ് നിയോഗം ഉള്ളവന് അത് വെളിപ്പെടും. അവനിങ്ങനെ കിടന്നുറങ്ങുമ്പം ഒരു ദർശനം കാണുക. ആകാശത്തു നിന്ന് ഒരു പെട്ടി ഇങ്ങനെ താഴോട്ട് വരുന്നു, കുറെ മൃഗങ്ങളെ അറുത്ത് തിന്ന്. അതുകൊണ്ട് പത്രോസ് പറഞ്ഞു, ഞാനിതൊന്നും തിന്നത്തില്ല, ഞാൻ യഹൂദനാണ്, അയ്യോ ഞാൻ ഓർത്തഡോക്സുകാരനാണ്, ഞാൻ കത്തോലിക്കനാണ്, ഞാൻ റോമൻ കാത്തലിക്കാണ്, എനിക്ക് ഒന്നും തൊടാൻ പറ്റത്തില്ല, തിന്നടാ, ഞാൻ യഹൂദനാ. നീ യഹൂദനല്ല, നീ ഏത് അവനാണെങ്കിലും നീ തിന്നണം, ദൈവം കൽപ്പിച്ച നീ തിന്നും. ചിലര് പറയാ കേട്ടില്ലെങ്കിൽ വാളവര പകര് ചോദിച്ചു പഠിച്ചു തിന്നും. ആമേൻ പറഞ്ഞേ. പുള്ളി പറയാണ്, ഞാൻ യഹൂദനാണ്. നീ യഹൂദനാണ്, എന്നെ വല്ല കാര്യമുണ്ടോ? വല്ല പ്രയോജനമുണ്ടോ? ചെല്ല് പറയുന്നത്, ഞാൻ അതാണ്, ഞാൻ ഇതാണ്, ഞാൻ അങ്ങനെയാണ്, അയ്യോ ഞങ്ങളാണ് ഇവിടെ ഇതെല്ലാം ഉണ്ടാക്കിയ പ്രസ്ഥാനം ഉണ്ടാക്കിയവര്, ഞാൻ IPC ആണ്, ഞാൻ ചർച്ച് ഓഫ് ഗോഡാണ്, ഞാൻ ബ്രദറനാണ്, ഞങ്ങൾ യഹോവ സാക്ഷിക്കാരാണ്. യേശുവിന്റെ നാമത്തിൽ നീ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്നവരാന്ന് പറ. ആമേൻ പറ. നീ അതും പറഞ്ഞുകൊണ്ടിരുന്ന നിന്റെ ജീവിതത്തിൽ നീ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കത്തില്ല. പത്രോസിന് താഴെ ഇറങ്ങാമെങ്കിൽ നിനക്കും ഇറങ്ങാം. പത്രോസിന് ഇറങ്ങാമെങ്കിൽ നിനക്കും. നീ പത്രോസിനെക്കാട്ടും വലിയവനൊന്നും അങ്ങനെ ആര് യഹൂദനെക്കാട്ടും വലിയവരും ഉണ്ടെന്ന് കൈവക്കിക്കേ. ഉണ്ട്, നമ്മളുണ്ട്. യേശുവിന്റെ അടുത്ത് വീണ്ടെടുക്കപ്പെട്ട നമ്മളുണ്ട്. അല്ലാതെ ഒരു ജാതിയുമില്ല. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടൊരു ജാതിയും. ഇത് എഴുതി വെക്കാൻ വേണ്ടി ഇവന്റെ ഈ കെട്ട് പൊട്ടിച്ചതാ ദൈവം. നിന്റെ ഈ കെട്ട് പൊട്ടാതെ നീ വിടുതൽ പ്രാപിക്കത്തില്ല. ക്ഷമിക്കണം ഇതൊക്കെ പറയുന്നതുകൊണ്ട്, ഞാനിതൊക്കെ പറയും. എനിക്ക് സ്റ്റേജ് കിട്ടിയാലും കുഴപ്പമില്ല. ഈ പെന്തക്കോസ്തിനകത്ത് ഇങ്ങനത്തെ ആമേ ഉള്ള ആ പരിപാടിയൊക്കെ നിർത്തിയിട്ട് നീ ഒന്ന് ഐക്യതയോടെ ഒന്ന് ആമേ ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ.
നിന്റെ ജീവിതം നീ അനുഗ്രഹം പ്രാപിക്കും. പരിശുദ്ധാത്മാവ് ആമേ നിന്റെ സഭ നോക്കിയല്ല അനുഗ്രഹിക്കുന്നത്, നീ എന്ന വ്യക്തിയെ നോക്കിയിട്ട്, നീ എന്ന ആ ദൈവ പുരുഷനെ നോക്കിയിട്ട്, നീ എന്ന ആമേ നിന്റെ ഹൃദയം നോക്കിയിട്ട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, നീ അറുത്ത് തിന്ന്. നീ മലിനമായിട്ട് ഭക്ഷിക്കത്തില്ലെന്നും നീ യഹൂദനാണെന്നും നീ ഏത് പ്രമാണത്തിൽ ജീവിക്കുന്നതാണെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ ഇപ്പം നീ ഇത് തിന്നേ പറ്റത്തുള്ളൂ, തിന്നേ പറ്റത്തുള്ളൂ. ഞാനേ ഒരു പ്രാവശ്യം ഒരു മിനിസ്ട്രിക്ക് പോയി. ഇപ്പോൾ ഒരു വീട്ടിൽ പോയപ്പോൾ വീടിൻ്റെ മുമ്പിൽ കൂടെ ഇങ്ങനെ ഓടയ്ക്കകത്തൂടെ ഉള്ള മലിനജനമെല്ലാം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ പാസ്റ്ററുണ്ട്, ഇവിടെ പാസ്റ്ററുണ്ട്. ഒരു പഴയ ഒരു വീടാണ്. അതിൻ്റെ അകത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന പോലെ ഒരു വൃത്തിയും ഇല്ല. ഒരു ഭയങ്കര മോശമായിട്ട് അനുഭവത്തിൽ അവരിങ്ങനെ ജീവിക്കുകയാണ്. ഞങ്ങളവിടെ ചെന്നപ്പം ഒരു ഗ്ലാസ് ചായ എടുത്തുകൊണ്ട് വന്നു. ഒരു ചായ എടുത്തുകൊണ്ട് വന്നു. പാസ്റ്ററിനോട് പറഞ്ഞു, കുടിച്ചോ എന്ന് പറഞ്ഞു. നമ്മളാണ് പറയും ചിലപ്പോൾ ഫാസ്റ്റിംഗ് അതുകൊണ്ട് വെള്ളം പോലും കുടിക്കാതെ ഉപവസിച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്നുണ്ടായ ഫാസ്റ്റിംഗ്. ഞാൻ പാലായിലൊരു അച്ചാനെ വിളിച്ചു. ഞാൻ അതിനെ വരുന്നുണ്ട്, അച്ചാ ഒന്ന് കാണാൻ വേണ്ടിയാ. ഞാൻ ഒരു സ്ഥലത്ത് പോവാ, ഞാൻ പെട്ടെന്ന് പോവാണോ? അല്ല, കണ്ടിട്ട് പോവാം. ചിലർക്ക് ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ബിസിയാവും. ഈ പരിശുദ്ധാത്മാവിനോട് നമ്മൾ ചതിവായി പെരുമാറുക എന്ന് പറഞ്ഞ ഇതൊക്കെയാണ്. നീ ഉള്ളത് പറഞ്ഞാൽ മതി, ദൈവം നിന്നെ അനുഗ്രഹിക്കും.